ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ധനുമാസം 8-ാം തീയതി, അതായത് 2016 ഡിസംബർ മാസം 23-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം 37 നാഴിക ചിത്തിരയും ബാക്കി ചോദ്യവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും 45 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതുമായ, ഏറെ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഗുരുനാഥ സ്ഥാനമുള്ള, നമുക്ക് ജ്യോതിഷപരമായി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ ഏറെ ആദരപൂർവ്വം നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട സർ, എൻ്റെ മകൾ ദേവികയുടെ ജനനസമയവും ഗൃഹനിലയും ഇതിൽ ചേർത്തിട്ടുണ്ട്. മകളുടെ വിവാഹം, തുടർ പഠനം, ജോലി എന്നിവ അറിയാൻ അതിയായ താല്പര്യമുണ്ട്. മകൾ BA എക്കണോമിക്സ് കഴിഞ്ഞ് MA ചെയ്യാൻ തയ്യാറെടുക്കുന്നു. ഇവൾ പൊതുവെ ഭയവും ആത്മവിശ്വാസക്കുറവും ഉള്ള കൂട്ടത്തിലാണ്. മകളുടെ ഭാവിയെപ്പറ്റിയും ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാരങ്ങളെക്കുറിച്ചും പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദിപൂർവ്വം, ബിന്ദു. ജനിച്ച ഗ്രഹനിലയുടെ അല്ലെങ്കിൽ ജനനസമയത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് ചില ദോഷങ്ങളിൽ പെടുന്നതാണ് മകളുടെ ഗ്രഹനിലയിൽ നവാംശകത്തിൽ. ഗ്രഹനിലയോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് നവാംശകം, അതായത് 9ആയി ഭാഗിച്ചിട്ട് അതിൻ്റെ ഫലങ്ങൾ. അതിലെ ലഗ്നത്തിൻ്റെ 5-ാം ഭാവമായ മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും മനോജന്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും സ്ഥാനത്ത് സൂര്യൻ നിൽക്കുകയാണ്. പാപഗ്രഹമായ സൂര്യൻ മനസ്സന്താന സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആത്മവിശ്വാസക്കുറവ്, ഒരു പ്രവൃത്തി ഒന്നിലധികം പ്രാവശ്യം ചെയ്തു നോക്കും. ഞാൻ തന്നെയാണോ ഇത് ചെയ്തത്, അല്ലെങ്കിൽ ചെയ്തത് ശരിയായോ, എപ്പോഴും ഒരു അതൃപ്തി ഉണ്ടാകുക, ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വരിക എന്നുള്ള സത്യമാണ്. അത് കുറഞ്ഞു വരുന്നതാണ്. സൂര്യനെ പ്രീതിപ്പിക്കണം, സൂര്യൻ്റെ ശക്തി ശരീരത്തിലേക്ക് ആവേശിപ്പിക്കുക, അല്ലെങ്കിൽ ചൈതന്യം ആർജിക്കുക, സൂര്യപ്രീതി വരുത്തുക മുതലായ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ആ ആത്മവീര്യം, പ്രത്യേകിച്ച് കോൺഫിഡൻസ് നേടിയെടുക്കാവുന്നതാണ്. അതിന് ആധുനിക ടെക്നോളജികളും പലതും, അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ട് പല ടെക്നോളജികൾ വീണ്ടും ഉണ്ട്. അതുമൊക്കെ ആകാം. എങ്കിലും അടിസ്ഥാനപരമായി ഈ പ്രതിവിധികളും പ്രാർത്ഥനകളും അതുമൊക്കെ നല്ലത് തന്നെയാണ്. ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്നതും നല്ലതാണ്. ഇതിന് പ്രകാരം ഉന്നത അധികാരമുള്ള ജോലി കിട്ടാനുള്ള യോഗം ഉണ്ടെന്നുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. ഒരല്പസ്വല്പം നിർബന്ധ ബുദ്ധിയും വെടിവാശിയും ആദർശവും ഉണ്ടാവുന്ന ഗ്രഹനിലയാണ്. ലഗ്നത്തിൽ കുജനും സർപ്പവും നിൽക്കുകയും അതിൻ്റെ വിവാഹസ്ഥാനമായ 7-ാം ഭാവത്തിലേക്ക് സർപ്പദൃഷ്ടിയും ഗുളികദൃഷ്ടിയും ഉള്ളതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെപ്പറ്റി വലിയ ഭാവനകളും വലിയ സങ്കല്പങ്ങളും ചില തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ചില സങ്കല്പ സൃഷ്ടി, ഊഹാപോഹങ്ങളുള്ള പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കാണ് അത് കൂടുതൽ വരുന്നത്. അതിനകത്ത് ലഹരികൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കാഴ്ചയിൽ, വിദ്യാഭ്യാസത്തിൽ, പെരുമാറ്റത്തിൽ, ആഹാര രീതിയിൽ, വസ്ത്രധാരണത്തിൽ, കുടുംബ പശ്ചാത്തലത്തിൽ, ജോലിയിൽ, സ്ഥലകാലിക പ്രാധാന്യം, ഇങ്ങനെയുള്ള അനവധി ABCD ഇങ്ങനെ ഒത്തിരി ഉത്തരങ്ങൾ കൃത്യമായിരിക്കണം. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പരിണയിക്കാൻ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയുള്ളൂ. എന്തായിരുന്നാലും നിർബന്ധ ബുദ്ധി അതിനകത്ത് ഉണ്ടാവും, സങ്കല്പ സൃഷ്ടി മറ്റൊന്നുണ്ടാവും. അതുകൊണ്ട് വിവാഹാദി കാര്യങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ കൂടുതൽ അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യാതെ ഏതാണ്ട് കാലോചിതപരമായിട്ടൊക്കെ ഒത്തിണങ്ങി വരികയാണെങ്കിൽ അങ്ങ് നടത്തുന്നതായിരിക്കും നല്ലത്. 27-നും 30-നും മധ്യേ മംഗല്യകാലം, 27, 28, 29, 30 ഈ കാലഘട്ടത്തിൽ ഉദ്യോഗലബ്ധി, ഈ കാര്യങ്ങളെല്ലാം ശരാശരി കാണുന്നുണ്ട് ജാതക നിലയിൽ. പിന്നെ മനസ്സിൻ്റെ സമാധാനം ഉണ്ടാവുന്നതിനും, അതുപോലെ 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് സങ്കല്പസൃഷ്ടി മനോജന്യപരമായിട്ടുള്ള വിഷമങ്ങളൊക്കെ വരാൻ സാധ്യതയും മുടി പൊഴിച്ചിൽ ധാരാളമായി വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. 5-ാം ഭാവത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാലും ലഗ്നത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാലും സ്ത്രീ പുരുഷ ഭേദമന്യേ, രാജ്യാന്തര ഭേദമന്യേ മുടി പൊഴിയാനും ഉഷ്ണം ഹേതുവായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുവാനും സങ്കല്പിച്ച് ഊഹാപോഹങ്ങൾ ഉണ്ടാകുവാനും
നിർബന്ധ ബുദ്ധിയാൽ അല്ലെങ്കിൽ കണിശ ബുദ്ധിയാൽ മറ്റു ചില വന്നു ചേരേണ്ട മഹാലക്ഷ്മി തൂത്തുകളയാൻ ഇടവരികയും ഒക്കെ വരുന്നതാണ്. കോൺഫിഡൻസിന് ഉണ്ടാവുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ശരീരത്തിന് അമിതമായ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചുണ്ടാകുന്ന മാസമുറ പ്രശ്നങ്ങളൊക്കെ ഈ 5ലും 7ലും ഒക്കെ പാപഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ റെഗുലാരിറ്റി ഉണ്ടാവാൻ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. ആസ്ട്രോ മെഡിസിൻ സംബന്ധമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ, അതുപോലെ തന്നെ ഗർഭപാത്ര സംബന്ധമായ തകരാറുകൾ ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും വരാതിരിക്കുന്നതിനും ഉണ്ടെങ്കിൽ തന്നെ അത് കുറഞ്ഞു കിട്ടുന്നതിനും സൂര്യഗായത്രി എന്ന് പറയുന്ന കർമ്മവും അഷ്ടനാഗഹവനം എന്ന് പറയുന്ന കർമ്മവും നല്ലതാണ്. സൂര്യഗായത്രിക്ക് സൂര്യപത്മമിട്ട് ഒരു 18 ദിവസം പേരും നക്ഷത്രവും ചേർത്ത് ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഗ്നം ഭാസ്കരം പ്രണമാമിഹം എന്ന സ്തോത്രങ്ങൾ കൊണ്ടോ ഗാധിനോ വിശ്വാമിത്രായ ശ്രീ ഗായത്രി ഛന്ദ സവതാദേവത ഇപ്രകാരം ഋഷിഛന്ദോ ദേവതകളെ തൊട്ടുന്യസിച്ച് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം ഗായത്രി മന്ത്രമൂർത്തിയെ ഗായത്രി പത്മത്തിലേക്ക് ആവാഹിച്ച് ഓം ഭർഭവ സ്വ തൽ സപതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ ദേവതകളാൽ പോലും ജപിച്ചു വന്നിരുന്നതായ ഈ ഗായത്രി മന്ത്രങ്ങളെ കൊണ്ട് സൂര്യപ്രസാദം വരുത്തി മാണിക്യം എന്ന രത്നം ധരിക്കുകയും റൂബി മാണിക്യം ധരിച്ച കുറച്ച് ആശ്വാസങ്ങളുണ്ട് ധരിക്കുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ കഴിവതും സസ്യാഹാരങ്ങളൊക്കെ ആയിട്ട് കഴിക്കുകയും ഒരിക്കലെടുക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയും ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ 100 പാലും അല്ലെങ്കിൽ സർപ്പബലി മുതലായത് ആണ്ടിനാൽ 2-3 പ്രാവശ്യം നടത്തി വരികയും ചെയ്താൽ യഥാവിധി നല്ല ഉദ്യോഗം, ഒരു കോൺഫിഡൻസ്, മനഃശക്തി, ഊർജിത പ്രകൃതി, ധാരണാശക്തി, പ്രത്യുൽപ്പന്ന മതിത്വം, ആവശ്യത്തിനുള്ള നിദ്ര, അതുപോലെ മെഡിറ്റേഷൻ മുതലായതൊക്കെ കിട്ടുകയും അത്യുഷ്ണം കൊണ്ടുള്ള രോഗങ്ങളൊക്കെ മാറിക്കിട്ടുകയും യഥാസമയം വിവാഹം മുതലായതും നടന്നു കിട്ടുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം, സന്തോഷമായിട്ടിരിക്കാം. ഈ പ്രതിവിധികൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആക്ഷേപങ്ങളുമില്ല. നല്ല നിലയിലുള്ള ജാതകങ്ങളാണ്. പോരായ്മകൾ ഈ പ്രതിവിധിയാൽ പരിഹരിക്കപ്പെടും. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം